കോതമംഗലം സിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് പോലീസ് റിപ്പോർട്ട്. കോതമംഗലം കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കി സമൂഹമാധ്യമത്തിലൂടെ സിഎയെ ഭീഷണിപ്പെടുത്തിയത്. സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, എന്തായാലും ഈ കേസിൽ അല്പം കടുപ്പമാകും ഈ കാര്യങ്ങൾ. കാരണം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഇത്തരത്തിൽ വീണ്ടും വലിയ ഒരു ഭീഷണിയാണ് അർജുൻ ആയങ്കി സാമൂഹ്യ മാധ്യമത്തിലൂടെ സിഐക്കെതിരെ ഉന്നയിച്ചത്. തീർച്ചയായിട്ടും രുചിഷ്, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം അർജുൻ ആയങ്കിയുടെ ജാമ്യം അല്ലെങ്കിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കോതമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കോതമംഗലം സിയെ ഭീഷണിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ ആയങ്കിക്കെതിരെ IT ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അർജുൻ ആയങ്കിയുടെ ജാമ്യവ്യവസ്ഥ ലംഘനത്തിന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അർജുൻ ആയങ്കി സംഘടിതമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സംഘടിതമായ കുറ്റകൃത്യത്തിന് വേണ്ടി അർജുൻ ആയങ്കി കോതമംഗലത്തെത്തിയെന്നും ഇതേ തുടർന്നാണ് തങ്ങൾ കേസെടുത്തതെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. 6 പേർക്കെതിരെയായിരുന്നു നേരത്തെ അർജുൻ ആയങ്കി അടക്കം 6 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോലീസ് ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടുപ്പം തന്നെയാണ് ഇത്. കാരണം ഇയാളുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവ് ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് പോലീസ് റിപ്പോർട്ടായി കോടതിയെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.